വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ച് ഒരാൾ കൂടി വെട്ടിലായിരിക്കുന്നു. ഇത്തവണ പെട്ടത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് അഥവാ നെൽസാറിലെ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് വിലക്കാനുള്ള നീക്കത്തിലാണ് അദ്ദേഹത്തിനൊടുവിൽ ക്ഷമാപണം നടത്തേണ്ടി വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് വിലക്കാനായിരുന്നു ബാർ കൗൺസിലിന്റെ നിർദ്ദേശം. ഇത് വിവാദമായതോടെയാണ് തീരുമാനം പിൻവലിച്ചും ക്ഷമ പറഞ്ഞും ചെയർമാൻ മനൻ കുമാർ മിശ്ര രംഗത്തെത്തിയത്. എന്തായിരുന്നു സംഭവം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹൈദരാബാദിലെ നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായൊരു പ്രതിഷേധത്തെ ശിക്ഷാ നടപടികളിലൂടെ നേരിടാൻ ശ്രമിച്ച ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഒടുവിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നതിനെ എതിർത്തതിന്റെ പേരിൽ നിയമബിരുദധാരികളുടെ എൻറോൾമെന്റ് തടയാനായിരുന്നു BCI ചെയർമാനും BJPയുടെ രാജ്യസഭാ MPയുമായ മനൻ കുമാർ മിശ്രയുടെ നീക്കം. നടപടി വിവാദമായതോടെ നിർദ്ദേശം പിൻവലിച്ചെങ്കിലും ക്ഷമാപണം നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിലിത മാപ്പും പറഞ്ഞിരിക്കുന്നു അദ്ദേഹം. ഹൈദരാബാദിലെ നിയമ പഠന കേന്ദ്രമായ നെൽസാറിലെ കോൺവക്കേഷൻ ചടങ്ങിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ അതിഥിയായി കൊണ്ടുവരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ജൂലൈ 20-ന് ജന്തർ മന്ദിറിൽ സമാധാനപരമായി നടന്ന ചലോ സൻസർ പ്രകടനത്തിനിടെ പ്രതിഷേധക്കാർക്കെതിരെ നടന്ന ക്രൂരമായ പോലീസ് നടപടിയെക്കുറിച്ചുള്ള ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ആദ്യം വിസമ്മതിച്ചതിലെ നീരസമായിരുന്നു വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചത്. സൂര്യകാന്തിനെ മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നതിനെതിരെ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഏകദേശം 450 വിദ്യാർത്ഥികൾ ചേർന്നായിരുന്നു കത്തയച്ചത്. എന്നാൽ ജനാധിപത്യപരമായ ഈ നീക്കത്തിനെതിരെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്തു വന്നു. ചീഫ് ജസ്റ്റിസിനെതിരായ പ്രചാരണത്തിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണെന്ന് റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു BCI ചെയർമാനും BJP രാജ്യസഭാ MPയുമായ മനൻ കുമാർ മിശ്രയുടെ ആവശ്യം. മാത്രമല്ല, നെൽസാറിൽ നിന്ന് ഈ വർഷം പുറത്തിറങ്ങുന്ന ബിരുദധാരികളായ എല്ലാവരുടെയും അഭിഭാഷക പ്രവേശനം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മാറ്റിവെക്കാനും അദ്ദേഹം സംസ്ഥാന ബാർ കൗൺസിലുകൾക്ക് നിർദ്ദേശം നൽകി. ചില ഫാക്കൽറ്റി അംഗങ്ങൾ ഗ്രൂപ്പിസവും വൃത്തികെട്ട രാഷ്ട്രീയവും നടത്തുന്നു എന്നായിരുന്നു മനൻ കുമാർ മിശ്ര കത്തിൽ ആരോപിച്ചത്. പരമോന്നത ജുഡീഷ്യൽ ഓഫീസിനോട് ആദരവ് കാണിക്കാത്ത വിദ്യാർത്ഥികൾ ഉത്തരവാദിത്തമുള്ള അഭിഭാഷകരോ അധ്യാപകരോ ജഡ്ജിമാരോ ആകാൻ പാടില്ലെന്നും അദ്ദേഹം ആ കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് പക്ഷേ ഉടനടി വിവാദമായി. വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ BCI വ്യാപകമായ വിമർശനത്തെ തുടർന്ന് എൻറോൾമെന്റ് നിയന്ത്രണം പിൻവലിക്കുകയും 2026 ബാച്ചിനെതിരായ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ് കുറിപ്പിറക്കി. പക്ഷേ വിദ്യാർത്ഥികൾ അതുകൊണ്ട് മാത്രം വിഷയം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. മനൻ കുമാർ മിശ്ര പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നെൽസാറിലെ വിദ്യാർത്ഥികൾ ഒരു പ്രസ്താവന തന്നെ പുറപ്പെടുവിപ്പിച്ചു. ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂളിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. കൂടാതെ ചീഫ് ജസ്റ്റിസും BCIയെ വിമർശിച്ചുകൊണ്ട് ഇടപെടൽ നടത്തി. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. വിദ്യാർത്ഥികൾ തനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളും ഞാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. BCI നടപടി തികച്ചും അനാവശ്യമാണ് എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടത്. ഇതെല്ലാം കൂടി ആയതോടെയാണ് കഴിഞ്ഞ ദിവസം പരസ്യമായി ക്ഷമാപണം നടത്തിക്കൊണ്ട് BCI ചെയർമാൻ രംഗത്തെത്തിയത്.